ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ക്യാപ്സൂൾ സ്റ്റെയിനിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഗ്രാം സ്റ്റെയിൻ കണ്ടു, ആസിൽഫ സ്റ്റെയിനിങ് കണ്ടു, എൻഡോസ്പോർ സ്റ്റെയിനിങ് കണ്ടു. ദെൻ ക്യാപ്സൂളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ അകത്തുള്ള മോർഫോളജി ഓഫ് ബാക്ടീരിയൻ്റെ അകത്ത് നമ്മൾ ക്യാപ്സൂളിനെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ക്യാപ്സൂൾ ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈം ലെയർ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം. നമുക്കിനി അതിനെ എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മൈക്രോസ്കോപ്പ് കൂടി കാണാൻ പറ്റുന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ദാറ്റ് ഈസ് ക്യാപ്സൂൾ സ്റ്റെയിനിങ്. ഈ ക്യാപ്സൂൾ സ്റ്റെയിനിങ്ങിനെ നമ്മൾ ഇത് മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് ആൻഡ് നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ക്യാപ്സൂളിനെ മാത്രമായിരിക്കും കളർ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഇനി അതേസമയത്ത് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സൂൾ ഒരിക്കലും കളർ എടുക്കുന്നില്ല. ഓക്കെ, അതായത് നമ്മുടെ സറൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഓർഗാനിസം കളർ എടുക്കുന്നുണ്ടാവും. പക്ഷെ എന്തില്ല, ഈ ഓർഗാനിസത്തിന് ചുറ്റുമുള്ള ക്യാപ്സൂൾ കളർലെസ് ആയിട്ട് കാണാൻ പറ്റും. അതിനകത്ത് സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്ന സമയത്ത് ക്യാപ്സൂൾ ഒരു വൈറ്റ്, ഒരു റിഫ്രാക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ദെൻ കളർ എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടും കളേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഓർഗാനിസവും നമുക്ക് എന്ത് കാണാൻ പറ്റും, കളറിലായിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് ചില സമയത്ത് ഒറ്റ ഒരു കളറിൽ കാണാൻ പറ്റും. ഒരു കളറിൽ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു കളറിലായിരിക്കാം, വേണമെങ്കിൽ ഓർഗാനിസം വേറൊരു കളറിലായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ഒരു കളറായിരിക്കും. ദാറ്റ് ഈസ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഓർഗാനിസത്തിനും സെയിം കളറായിരിക്കും. ദെൻ ക്യാപ്സൂൾ എന്തായിരിക്കും, കളർലെസ് ആയിട്ട് നല്ല തിളങ്ങി വൈറ്റ് ആയിട്ട് ഒരു തിളങ്ങി നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ്. നിങ്ങൾക്ക് അറിയാം എന്താണ് ക്യാപ്സൂൾ, എന്താണ് നോൺ അയോണിക് നേച്ചർ ആണ് അല്ലെ. ഇത് ക്യാപ്സൂൾ നോൺ അയോണിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഒട്ടുമിക്ക എല്ലാ സ്റ്റെയിനോടും എന്തായിരിക്കും, ലെസ് അഫിനിറ്റി ആയിരിക്കും. ഒരു അട്രാക്ഷനും ഒട്ടുമിക്ക എല്ലാ സ്റ്റെയിൻസിനോടും ഈ ഒരു ക്യാപ്സൂൾ കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയിനിങ് വിത്ത് ഹെൽപ്പ് ഓഫ് ബേസിക് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ബേസിക് ഡൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓർഗാനിസത്തിന്റെ സൈറ്റോപ്ലാസം മാത്രം കളർ എടുക്കുന്നു. ഓക്കെ, ഇനി അതല്ല നമ്മൾ അസിഡിക് ഡൈസും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോങ്കോ റെഡ് പോലുള്ള അസിഡിക് ഡൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും എന്ത് ചെയ്യുന്നു, കളറായിട്ട് മാറുന്നു. അതായത് സൈറ്റോപ്ലാസം കളർ എടുക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് സറൗണ്ടിങ് മീഡിയ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കുന്നു, then ക്യാപ്സൂൾ എന്തായിരിക്കും, കളർലെസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റും. ഇതാണ് നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിൻസ് വെച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് സ്റ്റെയിനിങ് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് മവനേഴ്സ് മെത്തേഡ് വെച്ചിട്ടുള്ള അതിന്റെ സ്റ്റെയിനിങ് പ്രൊസീജിയർ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തെടുക്കുക, 1 ഡ്രോപ്പ് ഓഫ് കോങ്കോ റെഡ് എടുക്കുക, ഒരു സ്ലൈഡ് എടുക്കുക, അതിന്റെ മുകളിലോട്ട് നമ്മൾ 1 ഡ്രോപ്പ് ഓഫ് കോങ്കോ റെഡ് എടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വയർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാക്ടീരിയൽ സസ്പെൻഷൻ അത് ആ ഒരു കോങ്കോ റെഡിന്റെ മുകളിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു സ്മിയർ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇതിനെ നേരെ എയർ ഡ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹീറ്റ് ഫിക്സേഷൻ ചെയ്യാൻ പാടില്ല. എയർ ഡ്രൈ അറ്റ് റൂം ടെമ്പറേച്ചർ മാത്രം. ഓക്കെ, ദെൻ ഇത് എയർ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്മിയറിന്റെ മുകളിലോട്ട് നമ്മൾ മവനൈൽ സ്റ്റെയിൻസ്, അതായത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ബേസിക് ഡൈ ആയിരിക്കും, മവനൈൽ സ്റ്റെയിൻ വെച്ചിട്ട് 1 മിനിറ്റ് വെക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക, മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആണ് ക്യാപ്സൂൾ സ്റ്റെയിൻ. നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സാമിന് വെക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും ഈ ഒരു നെഗറ്റീവ് സ്റ്റെയിനിങ് എന്നുള്ള രീതിയിൽ. ഇതാണ് മവനൈൽ സ്റ്റെയിൻസിന്റെ ഫ്ലോ ചാർട്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാക്ടീരിയൽ സസ്പെൻഷൻ എടുക്കും, ടേക്ക് എ ഡ്രോപ്പ് ഓഫ് സസ്പെൻഷൻ ഓൺ ദ സ്ലൈഡ്, then add a 1 drop of 1% congruent solution. നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തിട്ട് ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു. then allow to air dry. then after air dry നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മവനൈൽ സ്റ്റെയിൻ വെച്ചിട്ട് 1 to 2 മിനിറ്റ്സ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ആഫ്റ്റർ 1 to 2 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സസൈസ് സ്റ്റെയിൻ നമ്മൾ ഡ്രെയിൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം, വാഷ് വിത്ത് വാട്ടർ, then air dry and observe under oil immersion objective എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മവനൈൽ സ്റ്റെയിനിങ് മെത്തേഡിനകത്ത് വരുന്നത്. ദെൻ ഇതിന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സൂൾ എന്തായിരിക്കും, നമുക്കറിയാം നോൺ അയോണിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ ക്യാപ്സൂൾ കളർലെസ് ആയിരിക്കും. ദെൻ സൈറ്റോപ്ലാസം റെഡ് കളർ ആയിരിക്കും, ആൻഡ് ഓൾസോ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഓൾസോ റെഡ് കളറിലായിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യും. അതായത് ഏതാണ്ട് ഈ രീതിയിലായിരിക്കും നമ്മുടെ അപ്പിയറൻസ് ഉണ്ടാവും. അതായത് ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, റെഡ് കളറിലായിരിക്കും. ദെൻ ബാക്ടീരിയ എന്തായിരിക്കും, റെഡ് കളറിലായിരിക്കും. ദെൻ ഈ വൈറ്റ് സ്പേസ് കാണുന്നത് എന്താണ്, ഇതാണ് ക്യാപ്സൂൾ. ഈ നല്ല രീതിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്യാപ്സൂളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു വൈറ്റിഷ് കളറായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ ഇസ് ദ കോങ്കോ റെഡ് ക്യാപ്സൂൾ സ്റ്റെയിൻ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇതും നെഗറ്റീവ് സ്റ്റെയിൻ മെത്തേഡ് ആണ് വിത്ത് ഹെൽപ്പ് ഓഫ് കോങ്കോ റെഡ് സ്റ്റെയിൻ. ഈ കോങ്കോ റെഡ് ക്യാപ്സൂൾ നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് നിഗ്രോസിൻ നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോങ്കോ റെഡ് വെച്ച് ഈ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ എന്തിന്റെ കളർ എടുക്കും, കോങ്കോ റെഡിന്റെ കളർ എടുക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ആസിഡ് ഫുക്സിന്റെ കളർ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്തായിരിക്കും, ക്യാപ്സൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്തായിരിക്കും, കളർലെസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സറൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് എന്തെടുക്കും, നമ്മുടെ ആസിഡ് ഫുക്സിന്റെ കളർ എടുക്കും. അതുപോലെ തന്നെ ബാക്ടീരിയ എന്തിന്റെ കളർ എടുക്കും, കോങ്കോ റെഡിന്റെ കളർ എടുക്കുകയാണ് ചെയ്യുന്നത്.
അതിന്റെ ഫലമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറിൽ കാണാൻ പറ്റും, ബാക്ടീരിയ സെൽ എന്തായിട്ട് കാണാൻ പറ്റും, പിങ്ക് കളറിൽ കാണാൻ പറ്റും. ദെൻ ക്യാപ്സ്യൂൾ എന്തായിട്ട് കാണാൻ പറ്റും, ഒരു കളർലെസ് അല്ലെങ്കിൽ ക്ലിയർ ഹാലോസ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്ത് ക്യാപ്സ്യൂളിനെ കാണാൻ പറ്റുക. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുക, ഒരു 1 ഡ്രോപ്പ് ഓഫ് കോങ്കോറന്റ് സൊല്യൂഷൻ എടുക്കുക. ഇതിന് എന്ത് ചെയ്യുക, അതിന്റെ അകത്തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓർഗാനിസം, നമ്മളെ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിനെന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മൾ വേറൊരു സ്ലൈഡ് വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താലും മതി, നമ്മുടെ സാധാരണ വയർ ലൂപ്പ് വെച്ചിട്ട് ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്താലും മതി. ഇല്ലേ അതാ നമുക്ക് വയർ ലൂപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താലും മതി, നമ്മൾ നേരെ വേറൊരു നല്ലൊരു സ്പ്രെഡർ സ്ലൈഡ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡൈ ബാക്ടീരിയൽ സസ്പെൻഷന്റെ മുകളിൽ കൂടി പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ തിൻ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ, നമ്മൾ ഹെമറ്റോളജി തിൻ സ്മിയർ വരയ്ക്കുന്നില്ല അതേപോലെ തന്നെ വരച്ചാലും മതി. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, ഈ ഒരു പ്രിപ്പറേഷനെ നമ്മൾ നേരെ എയർ ഡ്രൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിന് എന്തിൽ ഫിക്സ് ചെയ്യാൻ പാടില്ല, മെത്തനോൾ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് എന്ത് ചെയ്യാം, അങ്ങനെ എയർ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഫിക്സ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, നമ്മൾ ആസിഡ് ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ നമ്മൾ മെത്തനോൾ ഫിക്സ് ചെയ്യാൻ പാടില്ല, ആസിഡ് ആൽക്കഹോൾ ഫോർ 15 സെക്കൻഡ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ഫിക്സ് ചെയ്യും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ലൈഡിനെ നമ്മൾ ആസിഡ് ഫിക്സിൻ വെച്ചിട്ട് 15 മിനിറ്റ്, അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ലൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ട് റിൻസ് ചെയ്യും. കാരണം ഇതിനകത്ത് ആസിഡ് ആൽക്കഹോൾ ഉണ്ട്. ഈ ആസിഡ് ആൽക്കഹോൾ കണ്ടന്റ്സിനെ കളയേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു 1-2 സെക്കൻഡിലേക്ക് നമ്മൾ റിൻസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ഒരു റിൻസ് ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് റിൻസ് ചെയ്ത ഈ ഒരു പ്രിപ്പറേഷന്റെ മുകളിലോട്ട് നമ്മൾ ആസിഡ് ഫിക്സിൻ ആഡ് ചെയ്യാം. ആസിഡ് ഫിക്സിൻ ഫോർ 1 to 5 മിനിറ്റ്സ് വെക്കുന്നു. ദെൻ അതിനുശേഷം വീണ്ടും വാഷ് വിത്ത് വാട്ടർ, ദെൻ എന്ത് ചെയ്യുക, എയർ ഡ്രൈ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഓയിൽ മെഷീനിൽ നോക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെൽസ് എന്തിന്റെ കളർ എടുക്കും, റെഡ് കളറിലായിരിക്കും കാണാൻ പറ്റുക, അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലായിരിക്കും കാണാൻ പറ്റുക. ക്യാപ്സ്യൂൾ എന്തായിരിക്കും, കളർലെസ് ആയിരിക്കും. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, ഒരു ഡാർക്ക് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യാം. ഇതാണ് ഇതിന്റെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതിനകത്ത് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരു ക്ലിയർ ഹാലോ ആയിട്ടായിരിക്കും ക്യാപ്സ്യൂൾ കാണാൻ പറ്റുക. ദെൻ മൂന്നാമത്തെ നെഗറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡാണ് ഇന്ത്യ ഇങ്ക്. ഇത് ഏറ്റവും കൂടുതൽ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇന്ത്യ ഇങ്ക് പ്രിപ്പറേഷൻ. ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ത്യ ഇങ്ക് പ്രിപ്പറേഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1 ഡ്രോപ്പ് ഓഫ് ഇന്ത്യ ഇങ്ക് നമ്മുടെ ഒരു സ്ലൈഡിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുക, ഒരു ഫുൾ ഓഫ് ബാക്ടീരിയൽ സസ്പെൻഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇന്ത്യ ഇങ്കിൽ വെച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യാം. ദെൻ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യുക, ഇത് എയർ ഡ്രൈ ചെയ്യുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്ങിന്റെ അകത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഹീറ്റ് ഫിക്സേഷൻ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ഹീറ്റ് ഫിക്സേഷൻ ചെയ്യുന്ന സമയത്ത് ക്യാപ്സ്യൂൾ മെൽറ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹീറ്റ് ഫിക്സേഷൻ ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യാം, എയർ ഡ്രൈ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ദെൻ ആഫ്റ്റർ ഡ്രൈയിങ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഈ ഒരു പ്രിപ്പറേഷന്റെ മുകളിലോട്ട് നമ്മൾ 1 ഡ്രോപ്പ് ഓഫ് ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ 1 ഡ്രോപ്പ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സ്മിയർ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് വെക്കുക. ദെൻ അഗൈൻ വാഷ് വിത്ത് വാട്ടർ. ദെൻ എന്ത് ചെയ്യാം, നമ്മൾ ഇത് ഡ്രൈ ആകാൻ വെക്കുക. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ്സിൽ വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഇന്ത്യ ഇങ്ക് പ്രിപ്പറേഷൻ. ഇതിന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് കളറിലായിരിക്കും, ബാക്ടീരിയ ഒരു പർപ്പിൾ കളറായിരിക്കും. ദെൻ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ക്ലിയർ അഗേൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. നമുക്ക് നല്ലൊരു റിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ കളറിൽ, ഒരു വൈറ്റിഷ് കളറിൽ നമുക്ക് ഇതിന്റെ ക്യാപ്സ്യൂളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇന്ത്യ ഇങ്ക് പ്രിപ്പറേഷൻ അത് വരുന്നത്. ദെൻ പ്രൊസീജിയർ ഫോർ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്. ഇത് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ ഇങ്ക് ഉണ്ട്, കോങ്കോ റെഡ് ഉണ്ട്, നിഗ്രോസിൻ ഉണ്ട്, ഇയോസ് ഉണ്ട്, പല ഡിഫറെന്റ് സ്റ്റെയിൻസ് ഉണ്ട് നെഗറ്റീവ് സ്റ്റെയിനിങ്. ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, പ്ലേസ് 1 ഡ്രോപ്പ് ഓഫ് നെഗറ്റീവ് സ്റ്റെയിൻ, ദാറ്റ് മേ ബി ഇന്ത്യ ഇങ്ക്, കോങ്കോ റെഡ്, നിഗ്രോസിൻ അല്ലെങ്കിൽ ഇയോസിൻ ആയിരിക്കാം. ഇതിനകത്ത് കോങ്കോ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയർ ആയിരിക്കും, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഗാനിസത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ട്രെയിൻസും ഈ ഒരു കോങ്കോ റെഡ് ഈസിയർ ആയിട്ട് കളർ എടുക്കുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ രണ്ടാമതാണ് ഇന്ത്യ ഇങ്ക്. ഇന്ത്യ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ ആണ് ഇന്ത്യ ഇങ്ക്. നമുക്ക് ബെറ്റർ ഒബ്സർവേഷൻ ആൻഡ് റാപ്പിഡ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ഇങ്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ ആവുക. ദെൻ നിഗ്രോസിൻ സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ തിൻ ആയിട്ടുള്ള സ്മിയർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡയലൂട്ടഡ് ആയിട്ടുള്ള നിഗ്രോസിൻ വേണം യൂസ് ചെയ്യാം. ഇത് നമ്മളിപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇങ്ക് പ്രിപ്പറേഷൻ ആണ് നമ്മൾ കോമൺലി ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏതെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റെയിൻ ആഡ് ചെയ്ത് വെക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു ഫുൾ ഓഫ് ബാക്ടീരിയ സസ്പെൻഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡ്രോപ്പിന്റെ മുകളിലോട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ദെൻ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മൾ വേറൊരു സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മിക്സ്ചർ നമ്മളൊരു വേറൊരു സ്പ്രെഡർ സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു
ഫിലിമിനെ ഈ ഒരു തിൻ സസ്പെൻഷൻ നമ്മളങ്ങ് മിക്സ് എന്ത് ചെയ്യുക, ഒരു സ്മിയർ അങ്ങ് വരയ്ക്കുക. ഒന്നെങ്കിൽ നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് വരയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വയർ ലൂപ്പ് വെച്ചിട്ട് വരച്ചാലും മതി. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 to 7 minutes നമ്മൾ റിയാക്ട് ചെയ്യേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ ഡ്രൈ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു കാരണവശാലും ഇത് ഹീറ്റ് ഫിക്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആഫ്റ്റർ എയർ ഡ്രൈ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്മിയറിനെ നമ്മൾ ക്രിസ്റ്റൽ വയലറ്റ് ചുറ്റി വെച്ച് ട്രീറ്റ് ചെയ്യുക. ഈ ക്രിസ്റ്റൽ വയലറ്റ് എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ അബ്സർവേഷൻ ഉണ്ട്, ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിട്ടാണ്. അതായത് ആക്ച്വലി ഈ ക്രിസ്റ്റൽ വയലറ്റ് എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽസിന് കളർ എടുക്കേണ്ടിയിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ വയലറ്റും കൂടി ആഡ് ചെയ്യുന്നത്. ഒരു 1 minute വരെ വെക്കുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വാഷ് വിത്ത് വാട്ടർ എടുക്കുക. എക്സസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ് നമ്മൾ ഡ്രെയിൻ ഓഫ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വാഷ് വിത്ത് വാട്ടർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എയർ ഡ്രൈ ചെയ്തതിനു ശേഷം നമുക്ക് മൈക്രോസ്കോപ്പ് കൂടി നോക്കാം, ഓയിൽ മെഷീനിൽ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്യാപ്സുലേറ്റഡ് ഓർഗാനിസംസ് ആണെങ്കിൽ ഒരു ക്ലിയർ സോൺ സറൗണ്ടിങ് ദ സെൽസ് ആയിട്ട് നമുക്ക്, അത് സെൽസിന്റെ ചുറ്റുമായിട്ട് എന്ത് കാണാൻ പറ്റും, നമുക്ക് ഒരു ക്ലിയർ ഏരിയ ആയിട്ട് നമുക്ക് ക്യാപ്സുലിനെ കാണാൻ പറ്റും. ഇത് നെഗറ്റീവ് സ്റ്റേനിന്റെ എല്ലാ പ്രത്യേകതയായി, ഏത് നെഗറ്റീവ് സ്റ്റേനിൽ നമ്മൾ പെർഫോം ചെയ്യലാണെങ്കിലും നമുക്ക് ക്യാപ്സുൾ നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റും, ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ക്ലിയർ സോൺ അറൌണ്ട് ദ സെൽസ് എന്നുള്ള രീതിയിലായിരിക്കും കാണാൻ പറ്റും. ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് പോസിറ്റീവ് കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലബ്സിella pneumoniae ATCC സ്ട്രെയിൻസ് 13883 ആണ്. ദെൻ നെഗറ്റീവ് കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്തത് അൽക്കൽജൻസ് ഡെൻഡ്രിഫിക്കൻസിന്റെ ATCC സ്ട്രെയിൻസ് ആയിട്ടുള്ള 15173A സ്ട്രെയിൻസ് ആണ് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് കൺട്രോൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. The next one is the positive staining method. ഈ ഹിസ് മെത്തേഡ്, പോസിറ്റീവ് സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ഹിസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് 3 റിക്വയർമെന്റ്സ് മാത്രമായി. ഒന്നുകിൽ നമുക്ക് എന്താ ക്യാപ്സുലേറ്റഡ് സെൽ കൾച്ചേഴ്സ് വേണം, അല്ലെങ്കിൽ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയാസ് വേണം. ദെൻ 1% ക്രിസ്റ്റൽ വയലറ്റ് വേണം. ദെൻ 20% കോപ്പർ സൾഫേറ്റ് വേണം. ഇത്രയാണ് ഇതിന് വേണ്ട മെയിൻ ആയിട്ട് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യുക. ദെൻ അതിന്റെ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സൂൾ ചെയ്യാനാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹീറ്റ് ഫിക്സേഷൻ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എയർ ഡ്രൈ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ എയർ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്മിയറിന്റെ മുകളിലോട്ട് നമ്മൾ 1% ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യാം. ഒരു 4 to 5 minutes വരെ നമ്മൾ എന്ത് ചെയ്യാം, 1% ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യാൻ സമയം കൊടുക്കാം. ഓക്കെ, ആഫ്റ്റർ 5 minutes നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്മിയറിനെ നമ്മൾ 20% കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് റിൻസ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ശ്രദ്ധിക്കണം, ക്രിസ്റ്റൽ വയലറ്റ് ഫോർ 4 to 5 minutes ആണ്. ആഫ്റ്റർ 5 minutes rinse the smear with 20% കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ദെൻ എന്ത് ചെയ്യാം, അതിനുശേഷം എയർ ഡ്രൈ ചെയ്തിട്ട് നേരെ മൈക്രോസ്കോപ്പിലെ ഓയിൽ മെഷീൻ നോക്കുകയാണ് ചെയ്തത്. ഇവിടെ ആക്ച്വൽ മെക്കാനിസം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്കറിയാം എന്താണ് ക്യാപ്സൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ അയോണിക് നേച്ചർ ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എടുക്കത്തില്ല, ഈ ഒരു ആസിഡിക് സ്റ്റെയിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്യാപ്സൂൾ ഒരിക്കലും നമ്മൾ എന്തെടുക്കില്ല, കളർ എടുക്കത്തില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ വെച്ചിട്ട്, അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു അയോണിക് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ അയോണിക് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് ഇത് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സ്റ്റെയിൻ മോളിക്യൂൾസ്, നമ്മുടെ ബാക്ടീരിയ സെൽ എടുത്ത സ്റ്റെയിൻ മോളിക്യൂൾസ് പതുക്കെ എന്ത് സംഭവിക്കുന്നു, ഡിഫ്യൂഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഔട്ടർ സെൽ സർഫസിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയ എടുത്തിരിക്കുന്ന സ്റ്റെയിനെ പതുക്കെ ഡിഫ്യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നേരെ ഡ്രൈ ആക്കുകയോ ചെയ്യുന്നത്. ഡ്രൈ ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ക്യാപ്സൂൾ ലെയറിന്റെ മുകളിലൂടെ എന്ത് ചെയ്യും, പതുക്കെ ഇത് ഡിഫ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഏത് നമ്മുടെ ഈ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റൽ വയലറ്റിന്റെ കളർ പതുക്കെ ഡിഫ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ടാവുന്നു, നമ്മുടെ ക്യാപ്സൂളിന്റെ മുകളിലോട്ട് കാണാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ബാക്ടീരിയാസ് ഡാർക്ക് വയലറ്റ് കളറിലും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സൂൾ എന്തായിരിക്കും, ഒരു ലൈറ്റ് വയലറ്റ് കളറിലും കാണാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓസ്മോട്ടിക് ഡിഫ്യൂഷൻ, ഓസ്മോട്ടിക് ഇംബാലൻസ് വരുന്നു. അതിൽ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഓസ്മോട്ടിക് ഡിഫറൻസസ് അല്ലെങ്കിൽ അയോണിക് ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ എന്ത് സംഭവിക്കുന്നു, ഈ ബാക്ടീരിയ സെൽസിന്റെ മുകളിലുള്ള ഡാർക്ക് കളർ പതുക്കെ ഡിഫ്യൂസ് ചെയ്ത് പോകും. ആ പതുക്കെ ഡിഫ്യൂസ് ചെയ്ത് പോയിട്ട് പതുക്കെ ക്യാപ്സൂളിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺ ദ സ്പോട്ട് തന്നെ ഡ്രൈ ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് നോക്കുന്ന സമയത്ത് ഓർഗാനിസംസ് ഡാർക്ക് വയലറ്റ് കളറിലും ദെൻ ക്യാപ്സൂൾ എന്തായിരിക്കും, ഒരു ലൈറ്റ് വയലറ്റ് കളറിലായിരിക്കും അപ്പിയർ ചെയ്യുക. ഇതാണ് ഇതിന്റെ ഹിസ് മെത്തേഡിന്റെ ഫ്ലോ ചാർട്ട് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു, എയർ ഡ്രൈ ചെയ്യുന്നു, ഫ്ലഡ് ദ സ്മിയർ വിത്ത് ക്രിസ്റ്റൽ വയലറ്റ് ഫോർ 4 to 5 minutes, rinse the slide with 20% കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, എയർ ഡ്രൈ ദ സ്ലൈഡ് ആൻഡ് ഒബ്സർവ് അണ്ടർ ഓയിൽ മെഷീൻ ഒബ്ജക്റ്റീവ്സ്. ഇവിടെ എന്ത് കാണാൻ പറ്റും, നമുക്ക് ക്യാപ്സൂൾ ലൈറ്റ് വയലറ്റ് കളറിലും ദെൻ ബാക്ടീരിയാസ് ബ്രൈറ്റ് വയലറ്റ് കളറിലും നമുക്ക് കാണാൻ പറ്റും. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്ത് ചെയ്യും, ഓർഗാനിസം ഡാർക്ക് വയലറ്റ് കളറിലും ദെൻ ക്യാപ്സ്യൂൾ അപ്പിയർ ആസ് ലൈറ്റ് വയലറ്റ് കളറിലായിരിക്കും ക്യാപ്സ്യൂൾ കാണാൻ പറ്റുക. ഇത്രയാണ് നമ്മുടെ ക്യാപ്സ്യൂൾ സ്റ്റിയറിംഗിന്റെ അകത്ത് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.